സഫലയാത്ര 10-ാം ഉടയാട. കാൽവരി മലമുകളിൽ തൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് നഗ്നനായി ക്രിസ്തു നിൽക്കുന്നു. അത് അതിഭീകരമായ കാഴ്ചയാകുന്നു, ലജ്ജാവഹമാകുന്നു. കാരണം അമ്മയും സ്ത്രീകളും അപരിചിതരായ മനുഷ്യരും ചുറ്റുപാടുമുള്ളവർ നോക്കി നിൽക്കവേ നഗ്നനാക്കപ്പെട്ട ദൈവം അവനങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഒരു ഉദ്യാനം ഉയരുന്നുണ്ട്. ആ ഉദ്യാനത്തിൽ രണ്ടുപേർ പാപം ചെയ്തതിന് ശേഷം നഗ്നമായ ആ അവസ്ഥയിൽ ലജ്ജ തോന്നിയിട്ട് നിൽക്കുമ്പോൾ ദൈവം അവരെ തോലുകൊണ്ട് ഒരു വസ്ത്രമുണ്ടാക്കി ഉടുപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. ആ ലജ്ജയെ, വസ്ത്രം കൊണ്ട് മറച്ച ലജ്ജയെ ദൈവം ഉരിഞ്ഞു മാറ്റി നഗ്നമായ ഒരാത്മാവുമായി ദൈവത്തിനു മുമ്പിൽ നിൽക്കുന്നു. അവൻ്റെ പ്രിയപുത്രൻ. കാൽവരി മലമുകളിൽ നാം കാണുന്ന കാഴ്ച, സഫല യാത്രയിൽ നാം കാണുന്ന കാഴ്ച അതാണ്. ഫിൽറ്ററുകളുടെ കാലമാണിത്. ഫോട്ടോ എടുത്താൽ ഫിൽറ്റർ, വീഡിയോ എടുത്താൽ ഫിൽറ്റർ. നമ്മുടെ യഥാർത്ഥ മുഖം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യർ ഫിൽറ്ററുകളിൽ അഭയം തേടുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലും ഫിൽറ്ററുകൾ ഇട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ലജ്ജാകരമായ അത്തരം ജീവിതങ്ങൾ, മുഖാഭരണങ്ങൾ, ആടയാഭരണങ്ങൾ, അങ്കികൾ, കൃത്രിമത്വങ്ങൾ ഒക്കെയും ബന്ധങ്ങളിൽ, ചുറ്റുപാടുകളിൽ, പ്രണയങ്ങളിൽ ഒക്കെയും ഇത്തരം കൃത്രിമത്വങ്ങൾ കൊണ്ട് മനുഷ്യർ ജീവിക്കുന്നു. ആവരണങ്ങളിൽ തങ്ങളുടെ വ്യക്തിത്വത്തെ മറച്ചു പിടിക്കുന്നു, അപര വ്യക്തിത്വമായി ജീവിക്കുന്നു. അത്തരം അഹംഭാവങ്ങളെ അവൻ നഗ്നമായൊരാത്മാവുമായി എല്ലാ വസ്ത്രങ്ങളും ഉരിഞ്ഞു മാറ്റപ്പെട്ട് അവൻ നിൽക്കുന്നു. ആ വസ്ത്രം ആർക്ക് കിട്ടണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാമെന്ന് വചനം പറഞ്ഞു എങ്കിൽ ചിട്ടിയിട്ട വസ്ത്രം ലഭിച്ചവർ മാത്രമാണ് നാം. എന്താണെന്നോ, അവൻ്റെ കാരുണ്യത്തിൻ്റെ വസ്ത്രം നമുക്ക് ലഭിച്ചിരിക്കുന്നു, ചിട്ടിയിട്ടതിൻ്റെ പേരിൽ മാത്രം, നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല. അതുകൊണ്ടാണ് വെളിപാടുകാരൻ പറഞ്ഞത്, ഈ വെള്ളവസ്ത്രധാരികൾ ആരാണ്? അവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട വിശുദ്ധരായ മനുഷ്യരാണ്. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഈ വിശുദ്ധ അങ്കിയാൽ, ഉടയാടയാൽ പൊതിയപ്പെടുന്നതാണ് എന്ന് നാം കാണുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് ഈ 10-ാമിടത്ത് തൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി അത് നറുക്കിട്ട്, നറുക്കിൻ്റെ പേരിൽ മാത്രം നമുക്കത് ലഭിച്ചതുകൊണ്ട് ആരും അഹങ്കരിക്കണ്ട. അവൻ്റെ മുമ്പിൽ നഗ്നമായൊരാത്മാവുമായി നിൽക്കുക. ദൈവമേ, ഞാൻ ഇതാണ്, നീ എന്നെ അറിയുന്നു, ഞാൻ നിന്നെ അറിയുന്നു. പത്രോസ് അതുകൊണ്ടാണല്ലോ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3-ാം പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത്, കർത്താവേ, നീ എല്ലാം അറിയുന്നു. എല്ലാം അറിയുന്നവൻ്റെ മുമ്പിൽ എന്തിനാണ് ഈ മുഖാവരണങ്ങൾ? എല്ലാം മാറ്റിവെച്ച് നഗ്നത ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ കരം കൂപ്പി നിന്ന് നഗ്നമായ ആത്മാവുമായി പറയാം, ദൈവമേ, നീ എല്ലാം അറിയുന്നു.